ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്തരാടത്തിലെ കാൽഭാഗം, അങ്ങനെ 2.25 നക്ഷത്രം ചേരുന്നതാണ് ധനുരാശി. 4-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അഷ്ടമ ശനി എന്നാണ് പറയുക. വ്യാഴം ജൂൺ 2 വരെ 7-ാം ഭാവത്തിലും ശേഷം 8-ാം ഭാവത്തിലേക്കും വരുന്നു. അതുകൊണ്ട് തന്നെ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നമുക്ക് നല്ല ഗുണങ്ങൾ തരുമെങ്കിലും 2-ാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ആ വ്യാഴം തന്നെ അഷ്ടമത്തിലേക്ക് വരുന്നതുകൊണ്ട് ചില പ്രയാസങ്ങളും ഉണ്ടാവാൻ സാധ്യതകൾ കാണുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് തൊഴിൽപരമായിട്ട് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ 7-ാം ഭാവത്തിലെ വ്യാഴം നമുക്ക് തൊഴിൽ പങ്കാളിത്തത്തിന് ഒരു ഉറപ്പ് നൽകുന്നുണ്ട്, അനുകൂലമായിട്ടുള്ളൊരവസ്ഥ നൽകുന്നുണ്ട്. എന്നുവെച്ചാൽ പങ്കാളിത്തപരമായിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് ആ പങ്കാളികളെ കൊണ്ടും അല്ലെങ്കിൽ കൂട്ട് തൊഴിൽ ചെയ്യുന്ന സംരംഭകർക്ക് കൂടുതൽ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്ന ഒരു പങ്കാളികളൊക്കെ ആയിരിക്കും നമുക്ക് തൊഴിൽ മേഖലയിൽ ആദ്യ പകുതിയിൽ ഉണ്ടാവുക. 2-ാം പകുതിയിലേക്ക് കടക്കുമ്പോൾ അത് നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, ആവശ്യമാണ്. അതുകൊണ്ട് പ്രയാസകരമായ അതായത് ഈ 4-ാം ഭാവത്തിൽ അഷ്ടമശനി അഥവാ കണ്ടകശനിയൊക്കെയുള്ള സമയമായതുകൊണ്ട് തൊഴിൽ മേഖലയിൽ നല്ല രീതിയിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, പങ്കാളികളുമായിട്ടും അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള മറ്റു ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നല്ല നന്മ കലർന്ന സമീപനം, പെരുമാറ്റം ഒക്കെ തന്നെ നമ്മുടെ തൊഴിലിടങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക. ജോലി എടുക്കുമ്പോൾ തന്നെ ഇത് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യാൻ പാടുള്ളൂ. എടുത്തടിച്ചൊന്നും ചെയ്യരുത്. അതായത് നമ്മൾ അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്ക് തന്നെ വിനയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ട് വളരെ വേണ്ടപ്പെട്ട ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു വർഷം കൂടിയാണ്. ഇനി ബന്ധങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ വർഷത്തിൻ്റെ ആദ്യ പകുതി ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായ മുഹൂർത്തങ്ങളെ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം അതുവരെ ഏതെങ്കിലും രീതിയിലുള്ള മനപ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതം നയിക്കാനുമൊക്കെ നമുക്ക് ആദ്യ പകുതിയിൽ സാധിക്കും. കണ്ടകശനി കാരണം ചില വിഷമങ്ങളൊക്കെ വന്നു ചേരുന്നാൽ വീട്ടിലെ അന്തരീക്ഷങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാൽ പോലും അതൊക്കെ ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് അതൊക്കെ തട്ടി നീങ്ങി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശുഭകരമായ ഒരു നല്ലൊരു ബന്ധം സൃഷ്ടിക്കാൻ ഈ ഒരു വർഷം നമുക്ക് സാധിക്കും. പിന്നെ ധനപരമായിട്ടാണെങ്കിലോ ആദ്യ പകുതിയിൽ തന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട ആയിരിക്കും എന്നുള്ളതാണ് ഉറപ്പായിട്ട് പറയാൻ കാരണം. പിന്നീട് വ്യാഴം 9-ലേക്ക് വരുമ്പോൾ കൂടുതൽ ഒന്നുകൂടി എന്താ പറയുക, മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാകും. റിസ്ക് എടുത്തിട്ട്, അതായത് വലിയ പരിശ്രമം എടുത്തിട്ട് ഒന്നും നിക്ഷേപങ്ങളിൽ ഒന്നും നിക്ഷേപിക്കരുത്. കാരണം അതൊക്കെ നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരു 85% അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം ധനവിനിയോഗം എന്നുള്ളത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഈ കാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ടും അതേ, കണ്ടകശനിയാണ്, അഷ്ടമത്തിൽ വ്യാഴമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ പകുതിയിൽ ആരോഗ്യപരമായ അവസ്ഥകൾ വളരെ മോശമായ ഒരു രീതിയിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ശ്രദ്ധ നൽകണം ആരോഗ്യപരമായ വിഷയങ്ങളിൽ. പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ അമ്മ നമുക്ക് മാതൃസ്നേഹത്തിൻ്റെ മഹനീയമായൊരു മാതൃകയാണ് മാതാവ്. അപ്പോൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെ ഉത്തരവാദിത്വമാണ് നമ്മുടെ. അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ സ്വന്തം ആരോഗ്യത്തിലും മറ്റുള്ളവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ അവനവൻ്റെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കുക. ഭക്ഷണക്രമങ്ങൾ പാലിക്കുക. അതുപോലെ തന്നെ മുറകളെല്ലാം അതുപോലെ തന്നെ പാലിക്കുക. ഈശ്വരാധീനം ഉണ്ടാവും. ആ ഈശ്വരാധീനം കൈക്കലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് കരഗതമാകുന്നതിന് വേണ്ടി ക്ഷേത്ര ദർശനങ്ങൾ, പ്രാർത്ഥനകൾ, പിന്നെ കഴിയുമെങ്കിൽ നല്ല എന്താ പറയുക, നല്ല ദാനധർമാദികളൊക്കെ ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ഒരു ജീവിതത്തിൽ ക്രമബദ്ധമായ ഒരു ഉയർച്ചയും അതുപോലെ തന്നെ പ്രതീക്ഷിക്കൊത്ത വളർച്ചയും ഒക്കെ നമുക്ക് ഉണ്ടായി എങ്കിൽ മാത്രമേ ശാന്തി സമാധാനത്തോടു കൂടിയ ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. 365 ദിവസങ്ങൾ കടത്തി വിടുമ്പോഴാണ് 2026 പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വർഷക്കാലം, ഈ 2026 എല്ലാ നന്മകളും തരുന്ന വർഷങ്ങളാവട്ടെ. അതുപോലുള്ള എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. പ്രണാമം.